ഹലോ ഗായ്സ്, ഞാൻ ലാം ലൈനിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേർക്ക് ബ്ലൗസ് ഒക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഔട്ടിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ഇന്ന് തയ്ച്ച് കിട്ടുമെന്ന് പറയായിരുന്നു. കറക്റ്റ് സമയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ചെരുപ്പങ്ങ് പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഡിമാൻഡിൽ തന്നെ ഫെവിക്കൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഒട്ടിക്കുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കോളേജിലെ മെയിൻ യൂട്യൂബേഴ്സ് കേട്ടോ. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ലിസമോസിനെ. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇടിച്ചിട്ട് നേരെ വന്ന് ഓട്ടോയിൽ കയറി. ഓട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ. ലാം ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ വർക്ക്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഓട്ടോയിൽ ഇരുന്ന് തന്നെ ചെയ്തു. ഞാൻ ആത്മാർത്ഥതയുള്ള കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ ടൗണിൽ വന്നിറങ്ങി നമ്മൾ നേരെ എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തെടുത്തോട്ടാ പോയത്. എന്തായാലും ബ്ലൗസ് തയ്ച്ച് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിസമോനെ ഇടയ്ക്ക് ഒരു മണ്ടത്തരം കാണിച്ചായിരുന്നു. വീട്ടിലോട്ടാണ് അടിപ്പാവാട് ഓർഡർ ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ നേരെ ടൗണിൽ തന്നെ കയറി വേറെണ്ണം വാങ്ങിച്ചു. വിശക്കുന്ന തായ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജിസമോൻ അടിപൊളി ഗോൾ സോഡ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. എനിക്കാണ് സാധനം ഇഷ്ടപ്പെട്ടില്ല. സംഭവം എനിക്കൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. കുറേ സ്ഥലത്ത് വെച്ചിട്ട് കിട്ടിയില്ല നാരങ്ങ വെള്ളം. സോ ഇതിലൊതുക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് കബാബും കൂടെ വാങ്ങിച്ച് കഴിച്ചു. അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഔട്ടിങ്ങിന്റെ സമയം കഴിഞ്ഞാറായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് ഔട്ടിംഗ് പെർമിഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. സോ നമ്മൾ എന്നിട്ട് ലേറ്റ് ആയി ഗൈസ്. അങ്ങനെ എല്ലാവരെയും ബ്ലൗസ് ഒക്കെ തയ്ച്ച് കിട്ടി. ജിസമോനാണെങ്കിൽ 151 രൂപയ്ക്ക് ഓർഡർ ചെയ്ത പാവാട വീട്ടിലോട്ടും പോയി. അങ്ങനെ 900 രൂപയുടെ ഒരു പാവാട വെച്ച് തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു. അത്രയുള്ള ഗൈസ്. ബൈ ബൈ.